ഹലോ മക്കളെ, നമ്മുടെ 2026 CUT ആപ്ലിക്കേഷൻ ഫോം വന്നിട്ടുണ്ട്. സോ അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓരോ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസും മനസ്സിലാക്കി വേണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ചിലപ്പോൾ പിന്നീട് തിരുത്താൻ പറ്റിയെന്ന് വരില്ല. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അശ്രദ്ധ കൊണ്ട് പിന്നീട് എന്താ പറയാ, നമുക്കൊരു അഡ്മിഷൻ നമുക്ക് ലോസ് ആകാൻ പാടില്ല. സോ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് കയറുമ്പോൾ ഇതാ നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് എന്നും തൊട്ടിപ്പുറത്തായിട്ട് രജിസ്ട്രേഷൻ യുവർ സെൽഫ് ഫോർ ദ എബവ് മെൻഷൻഡ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാം. ഒരു 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 ലിങ്ക് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് അല്ലല്ലോ, അപ്പോൾ ന്യൂ രജിസ്ട്രേഷന് വേണ്ടി ചെയ്യാം. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും അടുത്ത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രൊസീജിയർ മുഴുവൻ വായിച്ച് നോക്കാം. അതിനുശേഷം പിന്നെ അതിന്റെ കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഏറ്റവും അവസാനം നിങ്ങൾ പോകുമ്പോൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കാണും. സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സെക്ഷനിലേക്ക് എത്തും. അവിടെ നിങ്ങളുടെ പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യുക, ആ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും പക്ക എങ്ങനെയാണോ നിങ്ങളുടെ SSLC 10th സർട്ടിഫിക്കറ്റിൽ ഉള്ളത് അതുപോലെ ഫില്ല് ചെയ്യുക. ദയവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിഷ്യൽസ് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറ്റി അങ്ങനെ കൊടുക്കരുത്. എങ്ങനെയാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ളത്, എങ്ങനെയാണോ നിങ്ങളുടെ ആധാർ കാർഡിലുള്ളത്, സോ അതായിരിക്കണം നമ്മുടെ ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. സോ അതെല്ലാം കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം നിങ്ങൾക്ക് പാസ്വേഡ് അതായത് നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. സോ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്ന, പിന്നീട് മറന്നു പോകാൻ സാധ്യതയില്ലാത്ത, നിലവിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്വേഡ് ആയിരിക്കും ബെറ്റർ. കാരണം അതാകുമ്പോൾ പുതിയതാണെങ്കിൽ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. സോ അത് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതെല്ലാം ഒന്നുകൂടി വെരിഫൈ ചെയ്തൊരു പേജിലേക്ക് നിങ്ങൾ കടക്കും. അതെല്ലാം ഓക്കെ ആണെങ്കിൽ അതെല്ലാം ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ OTP വെരിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. നൗ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് OTP വെരിഫിക്കേഷൻ ആണ്. സോ OTP വെരിഫിക്കേഷനിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം കൊടുക്കേണ്ടത്. കാരണം ഇനിയുള്ള ഫർദർ ഇൻഫർമേഷൻസ് എല്ലാം ആ ഒരു മൊബൈൽ നമ്പറിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുമല്ല. മൊബൈൽ നമ്പറും അതുപോലെ മെയിൽ ID ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. സോ ഇത്രയുമാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പിനകത്ത് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതാണ്. സോ അടുത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാകും. അതിനുശേഷം എക്സ്ട്രാ ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അതിനുശേഷം വരുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, അതായത് നമുക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫില്ല് ചെയ്തതിന് ശേഷം ഉള്ളവർ അതിന്റെ ഡീറ്റെയിൽസും ഇല്ലാത്തവർ അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ, അതുപോലെ പാൻ ID കാർഡിന്റെ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ അപ്പാർ നമ്പർ, ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഫസ്റ്റ് അതായത് ആപ്ലിക്കേഷൻ ഫോമിന്റെ ആ ഒരു പ്രൊസീജിയർ അവിടെ ഫസ്റ്റ് സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവും. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നമ്മൾ ഏത് എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ളതും, ഒപ്പം ലാംഗ്വേജ് ഏത് മീഡിയത്തിലാണ് എക്സാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാം സെന്ററും ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെന്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് 4 ചോയ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 4 ചോയ്സ്, അതായത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റർ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സാം സെന്റർ എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം സേവ് നെക്സ്റ്റ് കൊടുത്ത് പോവുക.
ദെൻ അടുത്ത് നമുക്ക് വരുന്നത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് 10ന്റെയും 12ന്റെയും ഒക്കെ കാര്യങ്ങൾ 12ലാണെങ്കിൽ നിങ്ങൾ അപ്പിയറിംഗ് എന്ന് കൊടുത്താൽ മതി. ഇപ്പം നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ല, റിപ്പീറ്റർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ 12ന്റെ ഡീറ്റെയിൽസ് കൂടി അവിടെ കൊടുക്കാവുന്നതാണ്. സോ ഇതെല്ലാം കൊടുത്തിട്ട് എപ്പോഴും സേവ് നെക്സ്റ്റ് കൊടുക്കാൻ മറക്കരുത്. അത് കൊടുത്ത് വേണം പോകേണ്ടത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ട്വിൻസ് ബ്രദർ ഓർ സിസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരും ഈ എക്സാം എഴുതുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ എന്ന രീതിക്ക് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വെരിഫിക്കേഷൻ പേജിലേക്ക് വരും. അവിടെ മെയിൽ ഐഡിയും അതുപോലെ മൊബൈൽ നമ്പറും OTP വെച്ചിട്ടായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സെക്ഷൻസ് ആണ്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങൾ PW കാറ്റഗറി പെട്ടവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഒരു ID പ്രൂഫും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങൾ ആ തന്നിരിക്കുന്ന KB ഫോർമാറ്റ് എത്രയാണോ സൈസ്, എത്രയാണോ KB, ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് റീസൈസ് ചെയ്യുന്നതും അതുപോലെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സൈസ് റിഡക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതിലിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് റീസൈസ് ചെയ്യുകയും KB കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അതൊക്കെ ഓപ്ഷനാണ്. സോ അതൊന്നും ഒരു ബേജാറാവേണ്ട കാര്യമേ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ ഡീറ്റെയിൽസ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അവർ ഒന്നുകൂടി കാണിക്കും, ഇൻക്ലൂഡിങ് ദ സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ്സ്, എവറിത്തിങ്. സോ അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എഗ്രി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം കൺഫർമേഷൻ കൊടുക്കുക. സോ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുകൂടി അവർ ചോദിക്കും കൺഫേംഡ് ആണോ എന്നുള്ളത്. സോ അതും എസ് കൊടുത്തതിന് ശേഷം സോ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൽ ID വെരിഫിക്കേഷൻ ഉണ്ടാവും. സോ അതെല്ലാം നിങ്ങൾ തന്നിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് ആണ്. സോ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റിന്റെ പേപ്പറിന്റെ എണ്ണം അനുസരിച്ച് ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. മിനിമം 3 സബ്ജക്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ പെട്ടവർക്ക് 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. സോ ആപ്ലിക്കേഷൻ ഫീ അടച്ച്, അല്ല കൂടുതൽ അഡീഷണൽ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഫീ കൂടി ചേർത്തായിരിക്കും വരിക. അത് നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാം. ഓൺലൈൻ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. സോ ആ പേയ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. സോ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് വീട്ടിലിരുന്ന് സമാധാനമായിട്ട് ചെയ്ത് തീർക്കുക. തെറ്റുകൾ അധികം വരാതെ ശ്രദ്ധയോടെ ചെയ്താൽ മാത്രം മതിയാകും. സോ എല്ലാ പ്രോസസ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.